മാല നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതിന് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വീഡിയോയിൽ ഇടയ്ക്കായിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ നമുക്കൊരു ഗിവ് അവേ ഇനി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് ഇനി വരുന്നുണ്ട്. ഇത്രയും നാൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചത് ഫാൻസി ഐറ്റംസ് ആണ്. ഇനി ഇവിടുന്ന് കാണിക്കുന്നതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇതിനകത്ത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പ്രീമിയം കളക്ഷനാണ് കേട്ടോ. 24 ക്യാരറ്റ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ കളക്ഷൻസും. അതുപോലെ തന്നെ നിക്കൽ ഫ്രീ പ്ലേറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറേ കാലം നിൽക്കും. ഇനി ഇൻ കേസ് കളർ പോയാലും നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്താൽ ഇത് കളർ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ആണ്. അപ്പോൾ അതിന് ആ ഒരു സാധാരണയിലും ഇട്ട് കുറച്ച് റേഞ്ച് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇങ്ങനത്തെ എന്ത് ഐറ്റം ഇറക്കിയാലും ഇപ്പം സ്വർണത്തിന് തന്നെ ബദലായിട്ടാണ് ഈ സംഭവം വന്നത്. അതല്ല, അതിന് മുമ്പ് 1 ഗ്രാം ഗോൾഡ് ഉണ്ട്, അത് അത്ര ഇല്ല ഇത്. അപ്പോൾ അതിന് ശേഷം വന്നാണ് ഗോൾഡ് പ്ലേറ്റിംഗ്. ഇതിനും താഴെ ഫാൻസി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഫാൻസിയേക്കാളും റേറ്റ് കുറവിന് പുറത്തുനിന്ന് കിട്ടും. അപ്പോൾ പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്യരുത്. അത് നമ്മളിത് പ്രീമിയം റേഞ്ച് മാത്രം ചെയ്യുക എന്ന ഉദ്ദേശമാണ്. അപ്പോൾ ചിലർക്ക് ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലത് മാത്രമേ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇത് നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. കുറച്ച് ഷോക്കി വെക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഷോപ്പിൽ വന്ന് കളക്ഷൻസ് കണ്ടെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും എടുക്കാട്ടോ. തുടങ്ങിയിട്ടില്ല നമ്മൾ, അത് അന്വേഷിച്ച് വരരുത്. കുറച്ച് ടൈം വേണം എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആക്കാനായിട്ട്. അപ്പം നേരെ കളക്ഷൻസിലേക്ക് കിടക്കാം. ഇന്ന് കുറച്ച് ഓർണമെൻറ്റ്സിൽ നമ്മൾ മാലകൾ കാണിക്കുന്നുണ്ട്, ലോക്കറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കമ്മൽ കാണിക്കുന്നുണ്ട്. കമ്മലിൽ നമ്മൾ കാണിക്കുന്നത് അമേരിക്കൻ ഡയമണ്ട്സ് എന്ന് പറയും. അതുപോലെ തന്നെ അതിലും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന എന്താ പറയുക, റോഡിയത്തിലും പിന്നെ റോസ് ഗോൾഡിലുമുള്ള കളക്ഷൻസ്, പ്രീമിയം കളക്ഷൻസ് ആണ്. നമ്മൾ സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കളക്ഷൻസ് ഒക്കെയാണ്. അതൊക്കെ ഞാൻ കാണിക്കട്ടെ. അപ്പം ഇത്ര ആദ്യത്തെ കാണിക്കാം. ഞാൻ ഈ ഒരു ചോക്കറിൽ നിന്ന് തുടങ്ങാം. ഈ ചോക്കർ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഫാൻസി ഐറ്റത്തിൽ കാണുന്ന, ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്, ഫാൻസി ഐറ്റത്തിൽ ഇത് കിട്ടുമായിരിക്കും, നിസ്സാര വിലയ്ക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വരുന്ന, ഇതിങ്ങനെ വടിയായിട്ട് സ്റ്റിഫായിട്ട് നിൽക്കുന്നതല്ല, നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് കണ്ട ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ട ചോക്കറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു എലഗൻറ്റ് ലുക്ക് കിട്ടും. ഞാനൊരു ഓണം ഒരു തീം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നത്. ഇതിതാ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പെയറാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കമ്മൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1359 ആണ്. 1359 രൂപയാണ് വരുന്നത് കേട്ടോ. ഇതിന് അത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് കൊണ്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് സ്വർണ്ണമാണെന്ന് തന്നെ തോന്നുള്ളൂ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത മാല കാണിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു എണ്ണമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു വലിയൊരു ചോക്കർ അടക്കം വരുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. 900. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റണില്ലല്ലോ, എനിക്കിത് ചുരിദാറുകൾ കാണിക്കുന്ന പോലെ അത്ര പ്രൊഫഷണലി അല്ല ഞാനിത് കാണിക്കുന്നത്. എനിക്കിതിന് അത്ര പ്രാക്ടീസ് പോരാ, അതുകൊണ്ടാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഫ്രണ്ടിൽ അതിൻ്റെ ലുക്ക് വരുന്നത്. ഒരു നീല കളറിൽ നല്ല ഭംഗിയുള്ള മാങ്ങ ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ബോൾ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെയിൻ അടക്കമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. ചിലതിൻ്റെയൊക്കെ മാത്രമേ എനിക്ക് പ്രൈസ് ഓർമ്മയുള്ളൂ, എല്ലാത്തിൻ്റെയും പ്രൈസ് ഓർമ്മയില്ല. നമ്മളിതിൽ കാണിക്കും പ്രൈസ് കേട്ടോ, എല്ലാത്തിനും എഡിറ്റ് ചെയ്യുമ്പോൾ കാണിക്കും. അയ്യോ, ഞാൻ നേരത്തെ ഈ മാലയുടെ കേസ് പറയാൻ മറന്നുപോയി. ഇതിന് 2 കമ്മലുണ്ട് കേട്ടോ. എക്സ്ട്രാ ഒരു കമ്മലും കൂടി വരുന്നുണ്ട്. ഇതിന് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. ഇത് അധികം പീസസ് ഇല്ല, വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. പേഴ്സണലി ഞാൻ അടക്കം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത്രയും അടിപൊളി പ്രൊഡക്റ്റാണിത്. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞില്ലേ. ഇനി കാണിക്കുന്നത് നോർമലി നമ്മുടെ പാലക്കമാലയാണ്. പാലക്കമാല 2 സൈഡിലേക്ക് 4 പാലക്ക വീതം വരുന്ന, താഴെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വട്ടത്തിൽ വരുന്നത് റൂബിയും ഗ്രീനും കൂടി വരുന്ന കോമ്പിനേഷൻ, എന്നിട്ടൊരു ചെയിൻ, പിന്നെ അഡ്ജസ്റ്റബിൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എഴുതി കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് ഗോൾഡ് ആണോ എന്ന് ചോദിച്ചാൽ ഗോൾഡ് ആണെന്ന് തന്നെ തോന്നുള്ളൂ. മറ്റേ ഫാൻസി ഐറ്റത്തിൽ വരുന്ന പോലത്തെ ഒരു കളറല്ല.
ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തതാണ്, ഇവിടുത്തെ സെയിം പാറ്റേൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് 4 വർഷത്തോളം കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില പരിപാടികൾക്കൊക്കെ ഇടാറുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ഇനി അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചില ഫംഗ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇത് നമുക്കൊരു സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനം. ഇത് എത്ര ലെങ്ത്ത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം, ഇങ്ങനെ ഇടാം. കണ്ടോ നല്ലൊരു ഭംഗിയില്ലേ? സെറ്റ് സാരിയൊക്കെ എടുത്താൽ നല്ല രസമുണ്ടാവും. ഇനി എല്ലാം കുറച്ച് കയറ്റി ഇടണം എന്നാണെങ്കിൽ കയറ്റിയിടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. കുറച്ചും കൂടി ഇറങ്ങി കിടക്കുന്നതാണ്. അതിൻ്റെ ഒരു മുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം കാണിക്കാൻ പാകത്തിന് കേട്ടോ. നല്ല രസമുണ്ട്, ഇച്ചിരി വലിപ്പം ഉള്ള ടൈപ്പാണ് കേട്ടോ. എൻ്റെ താഴത്തെ മുത്തൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ഓക്കെ, അടുത്തത് വരുന്നത് കാശിമാല പോലത്തെ ഒരു ഐറ്റം കേട്ടോ. കാശിമാല എന്ന് പറയുമ്പോൾ അതെങ്ങനെ, ഇത് വേണമെങ്കിൽ നമുക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇപ്പോൾ സ്വർണ്ണമൊക്കെ ഇടിയിക്കാൻ ഭയങ്കര പോയി കഴിഞ്ഞാൽ ഇത്ര വിലയുള്ളത് കൊണ്ട് നമുക്ക് പിള്ളേർക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഇതിൽ വരുന്നത് 2 സൈഡിലേക്കും 3 വീതം ചെറുതും നടുക്കിൽ ഒരു വലുതും, അങ്ങനെ മൊത്തം 7 എണ്ണം ഉള്ളതാണ് കേട്ടോ ഇത് വരുന്നത്. ഇങ്ങനെ ഇടാം. അതിന് എണ്ണം കുറച്ച് കുറവുള്ളത്. ഇത് 2 എണ്ണം വീതം സൈഡിലേക്ക് ഒരെണ്ണം ഇങ്ങനെ വരും. അപ്പം മൊത്തം 5 എണ്ണം വരുന്നത് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് മതിയാവും. അയച്ച് ഞാൻ കാണിക്കണമെങ്കിൽ കാണിക്കാം. നമുക്ക് ഭയങ്കര ബഹളമൊന്നും വേണ്ട, എന്നാൽ ഇച്ചിരി വെറൈറ്റി ലുക്കിൽ നിൽക്കണം എന്നുള്ള ഇതിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വലിയവർക്കും ചെറിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് നമ്മൾ കൊണ്ടുവരുന്ന ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻ കേസ് തീർന്നു പോയി നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആണെങ്കിൽ നമ്മൾ പ്രീ ബുക്കിംഗ് പോലെ എടുത്ത് നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതാണ് കേട്ടോ. ഓണത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ബേസിലേക്ക് നമുക്കിത് എത്തിച്ച് തരാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ഓർഡർ എടുക്കുന്നതിന് മുമ്പ് തീർന്നു പോയെന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്ത് പറഞ്ഞാൽ മതി. ഇത് വരുന്നത് നല്ല രസമുള്ളൊരു മാലയാണ് കേട്ടോ. കാണാൻ നല്ല റൂബി കല്ലൊക്കെ വെച്ചിട്ട് നടുക്ക് ഒരു ഗ്രീൻ ടോണിൽ വരുന്ന പാലക്ക, സൈഡിലേക്ക് റൂബിയുടെ ഇത്, പിന്നെ താഴെ മുത്ത് ഇങ്ങനെ വരും. ഇതും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെയാണ് നമുക്ക് സാരിയുടെ കൂടെയോ ഡാവണിയൊക്കെയോ ആകുമ്പോൾ ഇടാൻ പറ്റുന്നത്. നമുക്കൊരു ശരിക്കും ഒരു കേരള തീമിലേക്ക് പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ. അത് ഓണത്തിന് ഇപ്പം നമുക്ക് എന്താ പറയുക, എല്ലാവരും ആഘോഷിക്കുന്നൊരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓഫീസുകളിലൊക്കെ ആണെങ്കിലും എന്തൊക്കെ പരിപാടികളായിരിക്കും ഓണത്തിന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സാധനമാണ് കേട്ടോ ഇത്. ഇപ്പം ഒരു മാലയും കൂടി ഉണ്ട്. ഇത് കുറച്ച് ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഒരു മാല, സിമ്പിളാണ്. ഇതും ഇതുപോലെ തന്നെ ചെയിനും പിന്നെ പുറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റവും ഉണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ കാണിക്കുന്നത് ലോക്കറ്റാണ് കേട്ടോ. വലിയ ലോക്കറ്റ്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ചെയിനിൻ്റെ കൂടെ ഇടാം. ഇനി അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ചെയിൻ വേണമെങ്കിൽ നമ്മൾ അടുത്ത തവണ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റെഡ് ടോണിൽ വരുന്നതാണ് കേട്ടോ. റെഡല്ല, മെറൂണാണ്. ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും സൈസ് ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഐറ്റമാണ്. അപ്പം അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണിത്. ഇത് നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. ഇത് റെഡും ഇതിനേക്കാളും വലിപ്പവും ഉണ്ട്. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ളതാണ്, അത്രയും ക്വാളിറ്റിയും വരുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസും ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വേറെ ടൈപ്പ്, ഇത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഈ റൂബി കല്ല് അല്ലെങ്കിൽ ഈ പാലക്കാട് ഇതിൻ്റെയൊക്കെ വലിപ്പം എണ്ണം അനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇത്രയും എല്ലാത്തിൻ്റെയും പ്രൈസ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി കാണിക്കാനുള്ളത് മണിമാലയിലാണ് കേട്ടോ. കുറച്ച് പേര് എന്നോട് മണിമാല കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുമ്പ് നമ്മൾ ഈ ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാറ്റേൺ തന്നെയാണ്. ഇതാ ഗോൾഡനും ഒരു കോറൽ റെഡ് കളർ പോലത്തെ ഒരു പാറ്റേണും കൂടിയാണ് കേട്ടോ. മൂന്നെണ്ണം വീതം പോകുന്ന രീതിയിലാണ്. ഇത്രയും ലെങ്ത്ത് വരും.
ഓക്കെ, അതൊരെണ്ണം. പിന്നെ വരുന്നത് ഇതാ അതിൻ്റെ മൾട്ടി കളർ പോലെയാണ് കേട്ടോ. ഒരു ഗ്രീൻ, ഒരു റെഡ്, പിന്നെ ഒരു വൈറ്റ്, അങ്ങനെ പിന്നെ ഒരു ഗോൾഡൻ. അതിങ്ങനെ 4 എണ്ണം, പിന്നെ വീണ്ടും അതേ 4 എണ്ണം, അങ്ങനെ മാറി മാറി വരുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ചിലർക്ക് മാലേൻ്റെ കൂടെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, മണിമാലകൾ ഇടാൻ ഇഷ്ടമുണ്ടാവും. ഇന്നത്തെ കാലത്ത് സ്വർണ്ണം ഇടുന്നതിനേക്കാൾ എത്രയോ ഭേദം ഇതൊക്കെ തന്നെയാണ്. പൊട്ടിച്ചുകൊണ്ട് പോയാൽ വലിയ നഷ്ടമില്ലല്ലോ. എന്താണ് സ്വർണത്തിൻ്റെ വില? നമ്മളെ പോലെയുള്ള പെൺപിള്ളേർക്ക് അല്ലെങ്കിൽ പെൺമക്കളുള്ളവർക്കൊക്കെ സ്വർണത്തിൻ്റെ വിലയൊക്കെ ഒന്ന് നോട്ട് ഇത് വെക്കുമല്ലോ. എത്രയാണെന്ന് അറിയാം മേടിക്കാനല്ലെങ്കിലും. എത്ര സ്വർണത്തിന് വില കൂടിയാലും എല്ലാ ജ്വല്ലറിയിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ അങ്ങനെ പോകുമ്പോൾ സ്റ്റോക്കൊക്കെ എടുക്കാൻ പോകുമ്പോൾ ജ്വല്ലറിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ വയ്ക്കും, എൻ്റെ അമ്മേ സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞാലും നല്ല വിലയാണ്, അല്ല നല്ല തിരക്കാണ്. ഇതും വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇതൊരു നെക്ലസ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ചെയിനാണ് പോകുന്നത്. ഇതും നല്ല ഭംഗിക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരൈറ്റം തന്നെയാണ് കേട്ടോ. കുഞ്ഞുമക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കോളേജുകളിലെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന, സാരി കൊടുത്തു പോകുന്ന, 1 ടൈമിലൊക്കെ യൂസ് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം ഇതൊക്കെ മതി. നമുക്ക് നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് മാലയിൽ വരുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് അത് ചോദിക്കുക. അതിനെല്ലാം നിങ്ങൾക്ക് സാധനം കിട്ടാനില്ല, നിങ്ങൾക്കത് വേണം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാൻ റീസ്റ്റോക്ക് ചെയ്ത് എടുത്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഷുവറായിട്ടും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മാനുഫാക്ചറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് തരാം. ഇനി കാണിക്കുന്നത് വളകളും നമ്മുടെ കിഡിലൻ കമ്മലുകളുമാണ് കേട്ടോ. കമ്മലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കമ്മലാണ് നമ്മളത് ഇനി കാണിക്കാൻ പോകുന്നത്. അതാണ്. അപ്പം നമ്മൾ ഇനി കാണിക്കുന്നത് വളകളുടെ കളക്ഷനാണ് കേട്ടോ. വളകളുടെയും എനിക്ക് പ്രൈസ് ഒറ്റയടിക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. ഓർമ്മയുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ സ്ക്രീനിൽ കാണാം കേട്ടോ. നമുക്ക് കുർത്തികളുടെ പോലെ അത് എത്ര എളുപ്പമല്ല പറയാൻ. ആദ്യം കാണിക്കുന്നത് പാലക്കയുടെ വളയാണ്. ഇത് ആദ്യമേ പറയുന്നു, പാലക്കയുടെ വള ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമുക്ക് എന്നാലും ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്ത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം, പല റേഞ്ചിൽ കാണാം. ഇത് ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ 24 ക്യാരറ്റ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് കേട്ടോ. നിക്കൽ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ഒരു, ഞാൻ എടുക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. കാരണം കുറച്ച് ലോങ് ലാസ്റ്റിങ്ങിലേക്ക് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫാൻസി നമ്മൾ ഒഴിവാക്കിയിട്ട് പ്രീമിയം കോൺസെപ്റ്റ് മാത്രം എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് നല്ല റേറ്റ് വരുന്ന ഐറ്റംസാണ്. നമ്മളിത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ മിനിമം മാർജിൻ മാത്രം ഇട്ടിട്ടാണ് ഇപ്പം സെയിൽ ചെയ്യുന്നത്. ഇത് പെർ പീസ് പ്രൈസ് 719 ആണ് കേട്ടോ. 719. നിങ്ങൾക്കിത് കൂടുതലായിട്ട് തോന്നുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നോർമലി നിങ്ങൾ എടുക്കാറുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് കയറി നോക്കുക ഇതിന് എത്ര റേറ്റ് വരുന്നത്. ഇത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മിനിമലാക്കിയിട്ടാണ് ഞാൻ പ്രൈസ് ഇട്ടേക്കുന്നത്. നമുക്ക് കിട്ടുന്ന റേറ്റ് മുഴല്ലേ നമുക്ക് മാർജിൻ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഒരു ഗ്രീൻ ടോണിൽ വരുന്ന പാലയ്ക്ക, പിന്നെ ഇങ്ങനെ റൂബിയുടെ ഇതാണ് പോകുന്നത്. ഇത് 2.4ഉം 2.6ഉം ആണ് സൈസ് വരുന്നത്. ഇങ്ങനെ പെയറായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം നമുക്ക് 2 എണ്ണമായിട്ട് എടുക്കുമ്പോൾ പ്രൈസ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് കുറച്ച് എമൗണ്ട് കുറവ് കിട്ടും. അല്ല സിംഗിളായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാക്റ്റ് പ്രൈസാണ്. പിന്നെ ഓർണമെൻറ്റ്സ് ഒന്നും തന്നെ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ അയക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ ഒരു ബോക്സിലൊക്കെ ആക്കി ബബിൾ റാപ്പൊക്കെ ചെയ്ത് സേഫായിട്ടാണ് അയക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും കുർത്തിയുടെ പോലെ ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കാൻ പറ്റില്ല. 1000 രൂപയ്ക്ക് മേലെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്യാം. അതിൽ താഴെ ഉള്ളതിനൊന്നും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇതിൻ്റെ കൂടെ പറയാണ്. അപ്പോൾ നമുക്ക് ആ എക്സ്പെൻസും കൂടി ഇതിൻ്റെ കൂടെ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് 2.4 സൈസ്. ഇനി ഇതിൽ ഞാൻ ഇതൊന്നും തുറന്നിട്ടില്ല. അത് 2.6 സൈസ്. ഇത് ഫ്രണ്ട് ക്യാമല്ല ഫ്രണ്ട് ക്യാമിൽ എടുക്കുന്ന കാരണം ഇത് തല തിരിഞ്ഞായിരിക്കും നിൽക്കേണ്ടാവും. ഇത് 2.6 കേട്ടോ. ഇതിങ്ങനെ അവരുടെ ഒരു പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കവറിങ്ങൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാവുക. എല്ലാത്തിനും ഇങ്ങനെ കവറൊന്നുമില്ല, ചിലതിനൊക്കെ ഉള്ളൂ. അപ്പോൾ സൈസ് ഇട്ടോ 2.6. ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പം നിങ്ങളുടെ സൈസ് എങ്ങനെയാണ് നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേപ്പോ സ്കെയിലോ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ വ്യാസം
നോക്കുക, അപ്പം കിട്ടും. 2, 6 സൈസുകൾ അങ്ങനെ വരിക. 2, 8, 2, 6, 2, 4, 2, 2 അങ്ങനെ. ഇപ്പം എനിക്കിത് ഇടുമ്പോൾ 2, 4 ആണെങ്കിൽ തടവളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി ലൂസ് ടൈപ്പിൽ പോലെയാണ് വരിക. എനിക്ക് 2, 2 ഓക്കെയാണ്. പിന്നെ ഇവിടെ ചിലർക്ക് കൈ ഒതുങ്ങില്ലല്ലോ, അങ്ങനെയുള്ളൊരു വലിയ സൈസ് നോക്കി എടുക്കണം കേട്ടോ. അപ്പം സൈസൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഉണ്ടോ, നല്ല രസമുണ്ട് കയ്യിലിട്ടിട്ട്. അപ്പം മേടിച്ച് ഒന്ന് ഇട്ട് നോക്കുക. അപ്പം ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയുണ്ട്, പെർ പീസ് 719. ഇനിയുള്ള പാറ്റേൺസ് ഓരോന്നിൻ്റെ പ്രൈസ് ഇവിടെ നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ല ഭംഗിയിൽ റൂബിയുടെ കല്ലാണ് കൊടുത്തേക്കുന്നത്. 3 ലെയറിലാണ് പോകുന്നത്. കുഞ്ഞ് ലെയറിൽ 3 കല്ലാണ് പോകുന്നത് കേട്ടോ. അങ്ങനത്തെ പെയറാണ് ഇത്. പെയറായിട്ട് എടുക്കുമ്പോൾ ഒരു റേഞ്ചും സിംഗിളായിട്ട് എടുക്കുമ്പോൾ വേറൊരു പ്രൈസുമാണ് വരുന്നത് കേട്ടോ. ഇത് 2, 2 സൈസ്. ഇപ്പം എനിക്ക് 2, 2 ഇടുമ്പോൾ എനിക്കിവിടെ ഒതുങ്ങാത്ത ഒരു ടൈപ്പ് സ്ട്രക്ചറാണ് എൻ്റെ. എന്നാലും കുഴപ്പമില്ല, ഇടാം. അതും ഓൾമോസ്റ്റ് ഇതെങ്ങനെ വരും. ഓക്കെ, 2, 2 ചെറുത് കിട്ടാൻ വഴിയില്ല എന്ന് തോന്നുന്നു. 2, 2 ഓൾമോസ്റ്റ് നമുക്ക് ഓക്കെ ആണെന്ന് പറയാം. എന്നാലും ഇപ്പം ഇച്ചിരി ക്ഷീണിച്ചിരിക്കണോണ്ടാന്ന് തോന്നുന്നു, കൈയൊക്കെ ഇച്ചിരി വലിയ ലുക്കില്ല. അപ്പം ഇങ്ങനെ കേട്ടോ, ഇതൊക്കെ ഇട്ടാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല കല്യാണ പരിപാടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറി മാറി ഇടാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാ വളകളും നല്ല കിഡിലനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2, 2 പിന്നെ ഇതിൻ്റെ 2, 4 ഇല്ല. 2, 6, 2, 8 വലിയ വണ്ണമുള്ളവർക്ക്, കൈയൊട്ട് ഒതുങ്ങാത്തവർക്കൊക്കെ 2, 8. ചിലതിൽ 2, 10 വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. പെയറായിട്ട് എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം, സിംഗിളായിട്ട് എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അടുത്ത പാറ്റേൺ ഇതാ ഇങ്ങനെ വരും. ഇത് വേറൊരു സ്ട്രക്ചറാണ്. ഇതിങ്ങനെയാണ് കല്ല് പോകുന്നത്. ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് 2 ലെയറിൽ ആണ് ഇങ്ങനെ പോയിട്ടുള്ളത്. എന്നിട്ട് ഒരു കുത്തു പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ അല്ലേ? സൈസും പ്രൈസും നോക്കാം. അടുത്ത പാറ്റേൺ ഇതാ ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണോ വള കാണിക്കാൻ ചോദിച്ചാൽ എനിക്കറിയില്ല. അറിയാവുന്ന പോലെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അടുത്ത പാറ്റേൺ ഇതാ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അടുത്ത പാറ്റേൺ വൈറ്റ് ആണ്, റൂബി അല്ല. ഓക്കെ അല്ലേ? ഇതും വൈറ്റിലാണ് വരുന്നത്. ഫുൾ വൈറ്റ് സ്റ്റോണ്, ഇച്ചിരി വലിയ സ്റ്റോണും ഉണ്ട്, ചെറിയ സ്റ്റോണും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരും. അടുത്ത പാറ്റേൺ ഇതാ ഇങ്ങനെ വരും. വൈറ്റും റൂബിയും കൂടി മിക്സാണ്. ഓക്കെ അല്ലേ? കൈ അഴിച്ചു, നീ കയ്യിൽ കാണിക്കാം. ഇതാ ഇങ്ങനെ വരും പാറ്റേൺ. നിങ്ങൾക്കൊരു കുറച്ച് ആംഗിളിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പിടിച്ച് വെക്കണം കേട്ടോ. ഇതും റൂബിയും വൈറ്റും കൂടി ഇങ്ങനെ മിക്സ് ചെയ്താൽ വരുന്നത്. അടുത്തത് ഇച്ചിരി കൂടി വലിയതാണ്, എന്ന് വെച്ചാൽ വീതിയുള്ള ടൈപ്പാണ്. ഒരുപാട് റൂബി കല്ലും വൈറ്റ് കല്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അടുത്ത പാറ്റേൺ ഇതാ ഇങ്ങനെ. ഇതിൽ റൂബിയും ഇടയ്ക്ക് വരുന്നുണ്ട്, വൈറ്റും ഉണ്ട്. ഇത്തിരി വീതിയുള്ള ടൈപ്പാണ്. ഇതിൻ്റെ തന്നെ വൈറ്റ് മാത്രം വരുന്നതാണ് ഇത്. ഫുൾ വൈറ്റ്. ഇത് വൈറ്റും റൂബിയും കൂടി ഇങ്ങനെ മിക്സായി വരുന്ന ടൈപ്പ്. അത്യാവശ്യം വീതിയുള്ള ടൈപ്പാണ് കേട്ടോ. കാണിച്ചത് ഇവിടെ ഇട്ടിട്ട് എനിക്ക് കൈവേദന എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതമ്മേ, എനിക്കിവിടെ തീരെ ഒതുങ്ങില്ല. അതുതന്നെ ഞാൻ സാധാരണ വളയ്ക്ക് പകരം കൈച്ചെയിനൊക്കെ യൂസ് ചെയ്യില്ല. എനിക്ക് വള ഇടല് ഊരലൊന്നും നടക്കണ കാര്യമില്ല. ഭയങ്കര വേദന എടുക്കും. ഇനി ഇവിടെയൊക്കെ പൊട്ടും. സോപ്പും കവറൊക്കെ ഇട്ടാലും പാടാറുണ്ട്. ഞാൻ ആ പണിക്കൊന്നും നിൽക്കാറില്ല. ഇതിങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റൈലാണ്. ഇതൊക്കെ തന്നെ ഗോൾഡിൽ എക്സാക്റ്റ് ഇതൊക്കെ കണ്ട ഒരു ഗോൾഡൻ്റെ ലുക്കില്ലേ?
ഓക്കെ. അടുത്തത് ഇത് 2.10 വരുന്നത്. അതെനിക്കറിയാം, കാരണം നല്ല വലിപ്പമുണ്ട് വട്ടം. ഇതെങ്ങനെ വരും കേട്ടോ, നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് എല്ലാം. ഇത് ഗ്രീനും റൂബിയും കൂടിയാണ് വരുന്നത്. ഇതെല്ലാം പെയറായിട്ടാണ് ഉള്ളത്. എല്ലാത്തിൻ്റെയും എല്ലാ സൈസസും ഇല്ല കേട്ടോ, ഞാൻ കുറച്ച് സാമ്പിളായിട്ട് എടുത്താണ്. ഇത് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. ഇത് ബ്ലാക്ക്. ഇത് സൈസ് പല സൈസാണ്. 2.8 ഇവിടെ എഴുതി കാണിക്കാട്ടോ, സൈസ് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. എങ്ങനെ പലതും പല സൈസാണ്. ഞാനൊരു കുറച്ചെണ്ണം കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ കാണിക്കേ. അത്ര റേഞ്ചിൻ്റെ അല്ല, നല്ല രസമുണ്ട് പക്ഷെ കാണാൻ. ബ്ലാക്കും ഗോൾഡനും കൂടി ബ്ലെൻഡായി വരുന്ന സൈസ്. പിന്നെ ഇത് സിംഗിളായിട്ടുള്ള പീസാണ് കേട്ടോ. ഇതും പെയറല്ല, ഇതൊക്കെ സിംഗിളാണ്. ഇത് ഫുള്ള് വൈറ്റാണ്. കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് വളകളുടെ കളക്ഷൻസും ഉള്ളത്. നിങ്ങൾക്ക് എക്സാക്റ്റ് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ അയക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസസ് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. ആ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ആ സൈസ് ഉണ്ടോയെന്ന് ചോദിക്കരുത്, അതുണ്ടാവില്ല. കാരണം നമ്മൾ ചെന്ന് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കുമ്പോൾ പലതിലും പല സൈസ് ഉണ്ടായില്ല. ഓണത്തിൻ്റെ തിരക്കാണ്, അപ്പോൾ നമ്മൾ ഇനിയും സ്റ്റോക്ക് എടുക്കും. അപ്പോൾ ഉള്ളതിൽ ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിതിന് എങ്ങനെയാണ് എൻക്വയറീസ് ഉണ്ടാവോ, കസ്റ്റമേഴ്സിന് ഇത് ആവശ്യമുള്ളതാണോ എന്ന് അറിയില്ല. പക്ഷെ കണ്ടപ്പോൾ കൈ ധരിച്ചിട്ട് എടുക്കാതിരിക്കാൻ തോന്നില്ല. നമ്മൾ പെണ്ണുങ്ങളാണല്ലോ പാവങ്ങൾ, അത് കാരണം എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ എൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കമ്മലുകൾ കാണിക്കാം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതെടുക്കാൻ പോയപ്പോഴാണ് ഇതും കൂടി എടുത്തിട്ട് പോകുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മുടെ ആ സംഭവം കാണാം. അടുത്ത കളക്ഷൻ കാണിക്കുന്നതാണ് നമ്മുടെ അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസാണ് സെലിബ്രിറ്റീസും ആൾക്കാരും ഒക്കെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വജ്രമായിരിക്കണം, അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ ഇത് ഫാൻസിയിൽ തന്നെ ഭയങ്കര ട്രെൻഡി ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് സെയിലും കാര്യങ്ങളും നടക്കുന്ന ഒരു ഐറ്റമാണ്. കൊറിയൻ ടൈപ്പാണ് ഇത് വരുന്നത്. ഇത് നമ്മൾക്ക് 2 ടൈപ്പിലുണ്ട്. നമുക്ക് ഇതിപ്പോൾ കണ്ടോ, ഒരു ഗോൾഡൻ്റെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു റോസ് ഗോൾഡ് ആ ഒരു ലെവലിലാണ്. ഇത് കണ്ടോ, ഇച്ചിരി കൂടി വൈറ്റിലാണ്. അപ്പോൾ ഇത് വരുന്നത് റോഡിയമാണ്, മെറ്റൽ റോഡിയം. ഇത് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ് വരുന്നത്. ഇതെല്ലാം പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഫാൻസി ഐറ്റത്തിൽ എടുക്കുന്ന ഒരു ഐറ്റം അല്ല. ഇതിലൊക്കെ കല്ല് പിടിപ്പിച്ചിട്ടുള്ളത് ഭയങ്കര കുഞ്ഞു കുഞ്ഞു കല്ലുകളും അതുപോലെ തന്നെ ഈ വലിയ കല്ലുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഭയങ്കര അത്രയും പ്യുവറായിട്ടുള്ളതാണ്. അതിൽ മാത്രമാണ് ഇങ്ങനെ ഇത്രയും നല്ല കളേഴ്സുകളൊക്കെ കിട്ടുള്ളൂ. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കടലിൽ നിന്ന് 2-3 തുള്ളി എടുത്തിട്ട് വരും എന്ന് പറയില്ലേ, അതുപോലത്തെ അത്രയും കുറച്ചാണ്. നമ്മൾ ഒരുപാട് ഇതുപോലത്തെ കളക്ഷൻസ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല റേഞ്ച് വരുന്നത് കൊണ്ടാണ് ഞാൻ മിനിമം ആയിട്ട് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആൾക്കാർക്ക് നല്ല ഇഷ്ടമാവാണ്. നല്ല രീതിക്ക് ഇതിന് മൂവിങ് ഉണ്ടെങ്കിൽ നമ്മളിത് ഒരുപാട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. അപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഇതുപോലെ തന്നെ ഇപ്പം ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് വലിയ ചോക്കറും അതിന് മാച്ചാവുന്ന കമ്മൽ, അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എടുക്കാം. ഇനിയിപ്പോൾ അത് റെൻറ്റിന് എടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ എടുക്കുന്നെങ്കിൽ എടുക്കാമല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചെറിയ ടൈപ്പും വലിയ ടൈപ്പ് ചോക്കറും ഒക്കെ ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ അങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയണ്ടേ. നമ്മൾ 2 തരത്തിലാണ് ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 പേർക്കും ഈ ഒരു മാലയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ചെയിൻ നിങ്ങൾക്ക് മാറ്റിയിടാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് മാറ്റിയിട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നല്ല ഭംഗിയിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനത്തെയാണ് 2 ചെയിനാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. ഗിവ് അവയുടെ ഫസ്റ്റ് ഗിവ് അവേ വിന്നർ എന്ന് പറയുന്നത് ഇന്നത്തെ പർച്ചേസ്, ഈ ഗോൾഡിൽ വരുന്ന ഈ ഐറ്റത്തിലെ പർച്ചേസിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൽ നിന്ന് ഒരാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യും. നറുക്കിട്ടെടുക്കുകയാണ് ചെയ്യുക. പർച്ചേസ് ചെയ്തവരിൽ നിന്ന് മാത്രം കേട്ടോ. അതിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ഇത് അവർ പർച്ചേസ് ചെയ്തതിൻ്റെ കൂടെ ഇത് ഗിഫ്റ്റായിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അതാണ് ഒരാളുടെ റൂള്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല, അത് പർച്ചേസ് ചെയ്യാതിരിക്കുമോ, അതെന്ത് കേട്ടെ, അത് നമ്മുടെ നോർമൽ ഗിവ് അവേ ആണ്.
അതിന് 3 കണ്ടീഷനാണ്. ഒന്ന്, നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഇന്നത്തെ ഈ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും കമൻറ്റ്, നിങ്ങൾക്ക് എന്താ അഭിപ്രായമോ എന്ത് വേണമെങ്കിലും, സ്മൈലിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്ക് കുറച്ച് ദിവസം അങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് ഇതിലെപ്പോഴും ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് കൊണ്ടുവന്നാൽ നമുക്ക് ചെറുതായിട്ട് ഷോർട്ടായിട്ട് പെട്ടെന്ന് വീഡിയോസ് ഇട്ട് പോകാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് 3ഉം പാലിക്കണം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്നത്തെ ഈ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് 3ഉം ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ്. അവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും ഇത് ഫോളോ ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചോളാം. കമൻറ്റ് ചെയ്തവരിൽ നിന്നാണ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ നിങ്ങളത് അയച്ചിട്ടുണ്ടെന്നോ എന്ത് വേണമെങ്കിലും അയച്ചാലും മതി. എനിക്ക് ഒരു കമൻറ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ അത് ഈ 3 ക്രൈറ്റീരിയയും പാലിച്ചവരെ മാത്രം കേട്ടോ. എന്ന് ഗിവ് അവേ എടുത്താലും പല അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ 3 ക്രൈറ്റീരിയയും പാലിച്ചവരെ മാത്രം. ചിലർ പറയും ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ആരെങ്കിലും കൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ അയച്ചാലും മതി. ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം അത് 3 ക്രൈറ്റീരിയ പാലിക്കുന്നവർക്കും ഒരാൾക്ക് ഇത് നമുക്ക് നല്ല ഓണം കളക്ഷനിലോ സാരികളൊക്കെ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റുന്ന 2 മാലയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഗിവ് അവേ വിന്നറിന് നമ്മൾ കൊടുക്കുന്ന സമ്മാനം. അത് നേരത്തെ കൂട്ടി പറയാൻ വെച്ചാൽ ഇനിയും നമ്മൾ കുറേ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് മിസ്സാവാണ്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൻ്റെ കമ്മലിൻ്റെ കളക്ഷൻസ് കാണിക്കാം കേട്ടോ. അപ്പോൾ കളക്ഷൻസ് ഓരോന്ന് കാണിക്കാം. ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഇച്ചിരി പ്രീമിയമാണ്. ഇച്ചിരി വലിയ ഐറ്റമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ടൈപ്പാണിത്. ഇതാണ് ഉള്ളതിൽ ഞാൻ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് എടുത്തത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. കാരണം ഇത് നമുക്കൊരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ, കല്യാണങ്ങൾക്കോ എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് അത്യാവശ്യം നമുക്ക് നിറഞ്ഞു തന്നെ നിൽക്കും. ഉണ്ടല്ലോ, ഇത് വരുന്നത് റോസ് ഗോൾഡിലാണ്. ഈ കളർ കണ്ട റോസ് ഗോൾഡിൽ ഈ ഒരു നീല മുത്താണ്. ഇത് വരുമ്പോൾ കോമൺ ആയിട്ട് എല്ലാ കളറില്ലാത്തതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ ഇടാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1090 കേട്ടോ. ഇതിൽ കൂടുതൽ വരും. നമ്മളിപ്പോൾ ആ റേഞ്ചിലേക്കാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതാ 1090 വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇങ്ങനെ വരും. അപ്പോൾ ഈ റേഞ്ചിലുള്ളത് ഞാൻ ഈ ഒരു പാറ്റേൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വലുതുണ്ട്, ഇതിലും വലുപ്പത്തിലേക്ക് വരുന്ന ഐറ്റം ഉണ്ട്, ഇതിൽ ചെറുതും ഉണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ച് ആക്കാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പുറകിൽ എഴുതിയത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. ഓക്കെ, ഇത് കല്ലിന് ഭയങ്കര വിലയാണ്, അതുകൊണ്ടാണ് അത്രയും പ്രീമിയം ലെവൽ. എന്തൊരു മഴയാണ് പെയ്യുന്നത് ദൈവമേ. ഇങ്ങനെ വരട്ടെ. ഇതിൻ്റെ പ്രൈസ് 560 ആണ്. 560 രൂപയാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 449 ആണ്. 449 രൂപയാണ്. അടുത്തത് റോസ് ഗോൾഡിൽ വരുന്ന ജുമുക്കയാണ്. ഇതിനകത്ത് ഒരുപാട് കല്ല്. ഇത് നീലയാണ് കല്ല് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകു സൈഡ് ഇതെങ്ങനെയാണ്. ഇതിൻ്റെ പ്രൈസ് 419 ആണ്. 419 രൂപയാണ് കേട്ടോ. ഇതിൽ വലിയ ജുംക്കാസ് നിങ്ങൾക്ക് ഇതിൽ റേറ്റ് കുറവിന് കിട്ടും. ഒരു ഗോൾഡൻ ടച്ചിൽ വരുന്നതൊക്കെ കിട്ടും. പക്ഷേ ഇത് ഒരു പ്രീമിയം ലുക്കുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ജുംക്കാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. അടുത്തത് സ്റ്റഡിൽ വരണേ. സ്റ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്കത് എക്സാക്റ്റ് മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഒരു ഗ്രീൻ കല്ലാണ് കുഴച്ചേക്കണത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല രസമാണ് ഇത് കാണാൻ. ഇതിൻ്റെ പ്രൈസ് 319 ആണ് കേട്ടോ. അടുത്തത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ്. പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ്. വേണ്ട 319. ഇതിൻ്റെ പ്രൈസ് 289 ആണ് കേട്ടോ. 289. കുറേ നേരം പിടിക്കുമ്പോൾ കൈ വേദന എടുക്കണം. ഇതിൻ്റെ പ്രൈസ്
239 കേട്ടോ. ഇതെല്ലാം പുറകിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ, നമുക്കിങ്ങനെ ഇടുന്ന ടൈപ്പാണ്. അപ്പോൾ റോസ് ഗോൾഡ് ഐറ്റംസ് ഇത്രയാണ് കാണിക്കുന്നത്. ഇനി കാണിക്കുന്നത് നമ്മുടെ റോഡിയത്തിൽ വരുന്നതാണ്. ഇതൊരു സിൽവർ അല്ലെങ്കിൽ ഒരു വൈറ്റ് ടോണിലേക്ക് വരുന്ന പോലത്തെയാണ്. ഇതും കണ്ടല്ലോ വ്യത്യാസം, കളറിലുള്ള വ്യത്യാസം. ഇത് റോഡിയത്തിൽ വരുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 825 കേട്ടോ. 825. ഈ വലിയ കല്ലുകൾക്കൊക്കെ ഭയങ്കര വിലയാണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഇതൊരു സ്റ്റഡാണ് കേട്ടോ, സ്റ്റഡ്. ഇതിൻ്റെ പ്രൈസ് 529 ആണ്, 529. വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ടേ. അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇതിങ്ങനെ ഹുക്ക് ഇങ്ങനെ കൊളുത്തിയിടുന്ന ടൈപ്പാണ് കേട്ടോ. 429 പ്രൈസ് വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ കൊളുത്തിടുന്ന കമ്മൽ ഭയങ്കര ഇഷ്ടം, പെട്ടെന്ന് ഇടാൻ പെട്ടെന്ന് ഊരാം. പക്ഷെ മോൻ ഇപ്പം എല്ലാ കമ്മലും വലിച്ച് പറിക്കുന്ന കാരണം ഭയങ്കര പാടാണ്. ഇതിൻ്റെ പ്രൈസ് 539 കേട്ടോ. നോക്കിയൊക്കെ നിറയെ കല്ലാണ് കേട്ടോ. ഈ ഗ്രീൻ കളറ് അല്ലെങ്കിൽ ഇതിന് താഴെ വരുന്ന കല്ലുകൾക്കൊക്കെ ഭയങ്കര ഗ്ലേസിങ് ആണ് കേട്ടോ. അത്രയും നല്ല പ്രീമിയം ലുക്കാണ്. ബാക്കിയൊക്കെ ഈ വൈറ്റാണ് സ്റ്റോൺ വരുന്നത്, കുഞ്ഞു കുഞ്ഞ് കല്ലുകൾ കേട്ടോ. എനിക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും അതിൻ്റെ എക്സാക്റ്റ് ഒരു ലുക്ക്. അടുത്താണ് ഇതും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ്. മയിലിങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കണ പോലെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 529 ആണ് കേട്ടോ, 529. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. നമുക്ക് ഇതുപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ ചിലപ്പോഴൊക്കെ കല്ലുകളൊക്കെ കളേഴ്സ് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ നിൽക്കും. ഇതും 529 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ, 529. നല്ല റിച്ചായിട്ട് നിൽക്കുന്ന കല്ലും കാര്യങ്ങളുമാണ് കേട്ടോ. അടുത്തത് ഇതാ ഇങ്ങനെ. ഇതും ഇതുപോലെ കൊളുത്തിടുന്ന ടൈപ്പാണ് കാതിൽ. എക്സാക്റ്റ് മനസ്സിലാവുന്നുണ്ടോ? അത്ര അടുത്തേക്ക് വരുമ്പോൾ അത്ര ക്ലിയർ ആവുമെന്നറിയില്ല. വൈറ്റിലും കൂടി ആകുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. നല്ല ഭംഗിയുള്ളൊരു നീല കല്ലാണ് കേട്ടോ. അടുത്തത് ഇതാ, ഇത് നല്ല സൈസും കാര്യങ്ങളും പോകുന്നുണ്ട് കേട്ടോ. പ്രൈസ് 599 ആണ്. ആ നടുക്കത്തെ കല്ലുകളുടെ കളറാണ് എൻ്റെ അട്രാക്ഷൻ. നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. ഓക്കെ, 599. ഇതൊക്കെ ഇട്ടാൽ ഒരു പ്രീമിയം കോൺസെപ്റ്റ് തന്നെയാണ്. കണ്ട അത്രയും ലുക്കിലുള്ള ഐറ്റാണ്. ഇനി വരുന്നത് കുറച്ചും കൂടി കുഞ്ഞ ടൈപ്പ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 249 ആണ്, 249. ഒരു മയിലിൻ്റെ കോൺസെപ്റ്റാണ്, 249. അടുത്തത് സ്റ്റഡുകൾ പോലത്തെയാണ് കേട്ടോ. ഇത് കണ്ടോ, മേലേക്കോ താഴത്തേക്കോ എങ്ങനെ വേണമെങ്കിലും ഇടാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രൈസ് 199 ആണ് കേട്ടോ, 199. അടുത്തതിൻ്റെ പ്രൈസ് 239 ആണ്. നല്ല ഭംഗിയത്, കുഞ്ഞ് സ്റ്റഡ് പോലെ. അന്ന് അതിനോട് അത്യാവശ്യം വലുപ്പവും കിട്ടും. 239. ഇതും അങ്ങനത്തെ തന്നെ. സ്റ്റഡാണെന്ന് പറഞ്ഞാൽ സ്റ്റഡാണെന്ന് അത്ര ഇതുമല്ല, ചെറുതുമല്ല. 239. ഇതിൻ്റെ നടുക്കത്തെ കല്ല് നീലയാണ്. അടുത്തത് സ്റ്റഡാണ്. മേലേക്കോ താഴത്തേക്കോ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇതിൻ്റെ പ്രൈസ് 159. അടുത്തത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഇലയും പിന്നെ അതിൻ്റെ നടുക്കൊരു വലിയ കമ്മലും അല്ല ഒരു കല്ലും. പ്രൈസ് വന്നിട്ട് 179. 179. അടുത്തത് വന്നിട്ടും 179. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെറുതിടാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ എടുക്കാം.
അതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്കിത് എൻക്വയറി വരുന്നതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാം. ഈ ഓണം സീസൺ ആയതുകൊണ്ട് എല്ലാം പടയപടേന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. ഇതിൻ്റെ പ്രൈസ് 89, 89. നല്ലൊരു ഗ്രീൻ. ചില പിള്ളേർക്ക് ചെറിയ കമ്മലിടാനും ഇഷ്ടം, അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇത് 109 ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നുണ്ട്. അടുത്തത് വന്നിട്ട് ഒരു ലവിൻ്റെ ഷേപ്പ്. ഇതൊരു ലാവൻഡറാണ് കേട്ടോ. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഒരു വയലറ്റിൻ്റെ ലൈറ്റ് വയലറ്റ് പോലെയാണ് ഈ കല്ലിൻ്റെ ഭാഗം. പിന്നെ ഇവിടെ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 99, 99 രൂപ. ഓക്കെ, അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. പറഞ്ഞല്ലോ ഈ കമ്മലിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇനിയും കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു, നമുക്കിത് ഫ്രീ ഷിപ്പിംഗ് അല്ല. 1000 രൂപയ്ക്ക് മേലെയുള്ള പർച്ചേസിന് മാത്രമായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഉള്ളത്. അല്ലാത്തതിനൊക്കെ നമുക്കൊരു 40 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അല്ല, നിങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഇനി എടുക്കുമ്പോൾ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അയച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ചെയ്യണ്ട. അല്ല, ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ഗിവ് അവേയിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ 2 കൂട്ടർക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, ഫോളോ ചെയ്യണം. അറിയാലോ, യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്യാം കേട്ടോ. ഇനി മേടിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഗിവ് അവേയിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.